Hello friends, welcome to Shahna's Recipes. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതും കുക്കറിൽ നല്ല എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു തേങ്ങാച്ചോറ്, ഒരു മലബാർ ട്രഡീഷണൽ ആയിട്ടുള്ള ചോറാണിത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ബീഫ് കറിയുടെ കൂടെയൊക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ലഞ്ചിന് ഉണ്ടാക്കിയതാണ് ഈ തേങ്ങാച്ചോറ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്തത് ഒരു സോയ വെച്ചിട്ട് ബീഫിൻ്റെ അതേ ടേസ്റ്റിൽ കറി വെച്ചതും, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഈ തേങ്ങാച്ചോറിന് നമ്മൾ വെക്കാറുള്ള പരിപ്പ് കറിയും, അതോടൊപ്പം തന്നെ നമ്മുടെ ബീട്രൂട്ട് അച്ചാറുമാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്തത്, പിന്നെ പപ്പടവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അത് മാത്രമല്ല നല്ല രുചിയാണ്. അതുമാത്രമല്ല നല്ല എളുപ്പത്തിലാണ് ഞാൻ ഇത് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു വെജായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നോൺ വെജിറ്റേറിയൻസിന് ഇതിൻ്റെ കൂടെ ബീഫാണ് നല്ല കോമ്പിനേഷൻ. വെജിറ്റേറിയൻസിനാണെങ്കിൽ ബീഫിൻ്റെ അതേ ടേസ്റ്റിൽ നമ്മൾ വയ്ക്കുന്ന സോയ കറിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചോറ് റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ് തരിക കേട്ടോ. ഈ ചോറിലേക്ക് വേറെ എണ്ണകളൊന്നും യൂസ് ചെയ്യരുത്, വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഞാനിവിടെ എടുക്കുന്നത് സാധാരണ നമ്മുടെ വീട്ടിൽ വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് ചിലപ്പോൾ വെളുത്ത അരി ആയിരിക്കും, അല്ലെങ്കിൽ മട്ട അരി ആയിരിക്കും. ഏത് അരിയായാലും കുഴപ്പമില്ല, വീട്ടിലുള്ള അരി വെച്ചിട്ടാണ് ചെയ്യണത്. ഇനി അതിലേക്ക് ഞാനൊരു ബേ ലീവ്സ് ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സ്പൈസസ് ആയിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പു, അതുപോലെ ഒരു 3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പൈസസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഏത് അരി എടുത്താലും അതിൻ്റെ വെള്ളവും അതിൻ്റെ വേവും മാത്രമാണ് ഇതിൽ കറക്റ്റായിട്ട് അറിയേണ്ടത്. സാധാരണ ഇത് ചെയ്യുന്നത് പുഴുക്കലരി വെച്ചിട്ടാണ്. പുഴുക്കലരി ഉള്ളവർ അതെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു 6-7 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു നുള്ള് ഉലുവ. വളരെ കുറച്ച് ഉലുവ ഇടാൻ പാടുള്ളൂ. ഒരുപാട് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പരസം ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മളത് ഇടുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഇതിലേക്ക് തേങ്ങയാണ്. കാരണം ഇത് കോക്കനട്ട് റൈസ് ആണല്ലോ. അപ്പോൾ തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് ഈ കപ്പിലാണ്. അപ്പോൾ ഇതേ കപ്പിൽ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരവിയത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഒന്നും റോസ്റ്റ് ചെയ്യേണ്ട, ഒരു 1 മിനിറ്റ് ജസ്റ്റ് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് റോസ്റ്റാക്കി കിട്ടണം. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് ഇടുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇടയ്ക്കൊരു സമയത്ത് ഇതുപോലെ ചെയ്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പിലാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 6 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം. അപ്പോൾ 2 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മുടെ അരി ഒന്ന് കഴുകി ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങ് വേവിക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് മുന്തി നിൽക്കണം. നമ്മളൊന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് നോക്കുമ്പോൾ വെള്ളത്തിന് കുറച്ച് ഉപ്പ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ ആ അരിയിലേക്ക് ഉപ്പ് പിടിക്കുള്ളൂ. എന്ന് വെച്ചാൽ ഒരുപാട് ഇടാൻ പാടില്ല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറയാൻ പാടില്ല. ഉപ്പ് കുറഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ചോറിന്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഈ തേങ്ങാച്ചോറിന് നല്ലൊരു മണം കൊടുക്കുന്ന കാര്യമാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില നല്ലോണം കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ല മണവും ഒരു നല്ല ടേസ്റ്റാണ് ആ ചോറിന് കിട്ടുക. ഇനി ഞാൻ ഇതുപോലുള്ള അരിയാണ്, ഇത് വടി അരിയാണ്, ഇതാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ അങ്ങ് തിളച്ച് മറിയണമെന്നൊന്നുമില്ല. ഇപ്പം തന്നെ നന്നായി വെള്ളം ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം കഴുകിയിട്ട് അരി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതങ്ങ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിക്ക് ഒരുപാട് വേവില്ല, എന്നാൽ വേവ് കുറവുമില്ല, ഒരു മീഡിയം സൈസ് വേവാണ്. അപ്പോൾ എനിക്കൊരു 5 വിസിൽ വേണ്ടി വന്നിട്ടോ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ പുഴുക്കലരിയാണ് എടുക്കണമെങ്കിൽ കുക്കറിൽ ഏകദേശം ഒരു 3 വിസിലൊക്കെ മതിയാവും. നിങ്ങളുടെ അരിയുടെ വേവ് അനുസരിച്ച് എടുക്കുക. നല്ല വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ഒരു 6 വിസിലൊക്കെ അടുപ്പിച്ചോളൂ, എന്നാലായിരിക്കും അത് കറക്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ മയമൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ല. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട്
നന്നായിട്ട് ഇതിൻ്റെ പ്രഷർ പോയതിന് ശേഷം മാത്രമാണ് നമ്മളിത് തുറക്കേണ്ടത്. എന്നാലേ ആ വേവൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ എത്ര വിസിലടിച്ചാലും. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം മുഴുവൻ പ്രഷറും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഒന്നങ്ങ് തട്ടിപ്പൊത്തി വെച്ചിട്ട് മുഴുവനായിട്ടും ഇത് അടച്ച് വെക്കുക കേട്ടോ. ആ കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാച്ചോറ് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അതിനുശേഷം എടുത്ത് സെർവ് ചെയ്യണതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഒന്ന് പുറത്തും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറായിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഇത് ആറും തോറും അതിലെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഉച്ചയ്ക്ക് വെച്ച തേങ്ങാച്ചോറ് വൈകിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ബീഫോ അതുപോലെ ഇതുപോലുള്ള സോയാക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഈ സോയാക്കറി ഈ ബീഫിൻ്റെ അതേ രുചിയിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. റെസിപ്പി ഞാൻ എന്തായാലും നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതും കാണുക. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണുക. അതുപോലെ തന്നെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഡൗട്ട്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇനി നല്ല നല്ല റെസിപ്പികളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.